പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ സന്ദേശം നമ്മൾക്ക് ശ്രവിക്കാം. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ എന്നോടൊപ്പം ആയിരിക്കുവാൻ ഞാൻ എത്രയോ ആഗ്രഹിക്കുന്നു. ഈ വർഷം ജൂബിലി വർഷമാണല്ലോ. പ്രായശ്ചിത്തത്തിൻ്റെ വഴികൾ കണ്ടെത്തുവിൻ. പ്രായശ്ചിത്തത്തിൻ്റെ ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. അന്യോന്യം രമ്യതപ്പെടുവിൻ. ഓരോരുത്തരും 33 പ്രാവശ്യം വലിയ കുരിശ് വരച്ച് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുവിൻ. കുരിശുകൾ ഏറുമ്പോൾ സങ്കടപ്പെടേണ്ട. ഞാൻ നിന്നെ സഹായിക്കും. ആകുലതകൾ വേണ്ട. ദിവസത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ സൗകര്യപ്രദം എന്നാൽ ഭക്തിയോടും ഗൗരവത്തോടും കുരിശ് വരച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലത്. നിങ്ങളുടെ ആത്മാവിനെ വളർത്തുവാൻ അത് സഹായിക്കും. കുരിശിന്റെ വഴി പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചകളിലും ചെയ്ത് പാപത്തിന് പരിഹാരം ചെയ്യുന്നത് നല്ലത്. കുരിശുകൾ ഏറുമ്പോൾ ശക്തിയില്ലാതെ പോകുമ്പോൾ കുരിശ് വഹിച്ച് എൻ്റെ പിന്നാലെ വരുവിൻ. ഞാനല്ലേ ദൈവം? നിങ്ങൾ എന്തിന് പതറുന്നു, ഭയപ്പെടുന്നു? അനുതാപത്തിൻ്റെയും ദൈവകരുണയുടെയുമായ 51-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുവിൻ. കുരിശ് വരയ്ക്കുമ്പോൾ കുരിശിൽ മരണം വരിച്ച് ലോകത്തെ വീണ്ടെടുത്ത ക്രൂശിതരൂപനായ എന്നെ ഓർക്കുവിൻ. കുമ്പസാരമെന്ന കൂദാശ ശരിയായ വണ്ണം പ്രയോജനപ്പെടുത്തി ദൈവകൃപയിൽ ആയിരിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുക്കും. പുണ്യങ്ങൾ അഭ്യസിക്കുവാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു.